അസിസ്റ്റൻ്റ് അമീറായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവ്, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദിൻ്റെ ഷേഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഒരു പ്രസംഗം ഞാൻ താങ്കളെ കേൾപ്പിക്കാം. അതൊന്ന് കേൾപ്പിക്കൂ. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ശിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് നാൾ വരെയാണ്, മാറൂല. ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ. അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ഇസ്ലാമിക്കാർ അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ വോട്ട് ചെയ്തിട്ടില്ല, ചെയ്യൂല ഖിയാമത്ത് നാൾ വരെ. അതുപോലെ വോട്ട് അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ചെയ്താൽ ശിർക്ക്, ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുഖ്യ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്താൽ ഇബാദത്ത്, ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കാൻ പോയാൽ ശിർക്ക്, ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ ഇബാദത്ത്. മനസ്സിലായോ? ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കാൻ പോയാൽ ശിർക്ക്, ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ ഇബാദത്ത്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് ശ്രീ ഷേഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പ്രസംഗം. ഖിയാമത്ത് നാൾ വരെ എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ വരെ, അതായത് ലോകാവസാനം വരെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ദൈവവിരുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുക എന്നാണ് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ വോട്ട് ചെയ്യുന്നത്, അതായത് ഒരു ഇസ്ലാമിക വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി വോട്ട് ചെയ്യുന്നത്, അതിൽ പങ്കാളിയാകുന്നതൊക്കെ ഷിർക്കാണ്, ദൈവവിരുദ്ധമാണ്. അത് ഇപ്പോഴല്ല, ഖിയാമത്ത് നാൾ വരെ, അതായത് അന്ത്യനാൾ വരെ എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദിൻ്റെ നിലപാട് ഇപ്പോൾ മാറിയെന്ന് റോണി കെ ബേബിയും സതീശനും എന്തർത്ഥത്തിലാണ് പറയുന്നത്? ഞാൻ കൃത്യമായി പറയാം. 1990 ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാട് മാറ്റി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാൻ, വോട്ട് ചെയ്യുവാൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു. 1996 ഏപ്രിൽ 22 ദേശാഭിമാനി പത്രം എഴുതിയ പുസ്തകം, ലേഖനമല്ല, മുഖപ്രസംഗം, CPM-ന്റെ ഔദ്യോഗിക നിലപാട്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, മുസ്ലിം ജനസാമാന്യത്തിനെതിരെ നിൽക്കുന്ന മുസ്ലിം ലീഗിനും PDP-ക്കും, എടുത്തു പറയാണ്, മുസ്ലിം ജനസാമാന്യത്തിനെതിരെ നിൽക്കുന്ന മുസ്ലിം ലീഗിനും PDP-ക്കും എതിരെയുള്ള തിരിച്ചുള്ള ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി ഉയർന്നു വന്നിരിക്കുന്നു. അവരെ ശക്തിപ്പെടുത്തണം, അവരെ പിന്തുണക്കണം, അവരുടെ എല്ലാ നിലപാടുകളും സ്വാഗതം. ഞാൻ ചോദിച്ചത് റോണി കെ ബേബി, ഞാൻ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ താങ്കൾ പയർ അഞ്ഞാഴി എന്ന് പോലും അല്ല പറയുന്നത്, ബിസ്ക്കറ്റ് 5 എണ്ണം എന്നാണ്. ഞാൻ ഒരൊറ്റ കാര്യമാണ് ചോദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെയും വോട്ടെടുപ്പിലെയും പങ്കാളിത്തത്തെ സംബന്ധിച്ച് അവർ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് എന്ത്? ഒന്ന്. ഇനി 2, മറ്റൊരു കാര്യം കൂടിയുണ്ട് ഷേഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പ്രസംഗത്തിൽ. അത് വളരെ പ്രധാനമാണ്. അതായത് ഖബർ പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഇവിടുത്തെ പരമ്പരാഗത മുസ്ലിങ്ങൾ 99% വരുന്ന മുസ്ലിങ്ങൾ, പരമ്പരാഗത മുസ്ലിങ്ങൾ, അവർ ഈ ഖബറിൻ്റെ അടുത്ത് പോവുകയും അവിടെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതും ഇവരുടെ മൗദൂദി ആശയത്തിൽ ഷിർക്കാണ്, ദൈവവിരുദ്ധമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ പരമ്പരാഗത മുസ്ലിങ്ങളെ തള്ളുന്ന വിശ്വാസമുള്ളവർ 1. 2, ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയോട് അടിസ്ഥാനപരമായി എതിർപ്പുള്ളവർ. ഇങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അത് അവസാന നാൾ വരെ ഉണ്ട് എന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രസംഗമാണ് ഷേഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ. ആ ഷേഖ് മുഹമ്മദ് കാരക്കുന്ന് ഉൾപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നിലപാട് മാറ്റിയെന്ന് കോൺഗ്രസിനോട് ആര് പറഞ്ഞു? വെൽഫെയർ പാർട്ടി പറഞ്ഞോ? റോണി കെ ബേബി പറയാം. കാരണം അവരവരുടെ നിലപാട് മാറ്റിയത് കൊണ്ടാണല്ലോ 2011 വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത്. അല്ല, അവർ പറയുന്നു അതൊക്കെ അവരുടെ തന്ത്രമാണ്, അതൊക്കെ അവരുടെ തന്ത്രമാണ്. അതിനവർ പറയുന്ന മതപരമായ ഭാഷ ഹിക്മത്ത് എന്നാണ് അവരുടെ ടാക്ടിക്സ്. ആ ടാക്ടിക്സിലാണ് അവർ നിങ്ങളെ പിന്തുണയ്ക്കുന്നത്. ഒരൊറ്റ കാര്യം അവർ നിങ്ങളെ ശ്രീ റോണി കെ ബേബി, അവർ നിങ്ങളെ പിന്തുണയ്ക്കാൻ ഉതകുന്ന ഒരു കാര്യം, അത് നിങ്ങൾ അവരുടെ ആശയപ്രകാരം ദൈവവിരുദ്ധമല്ല എന്ന് നിങ്ങളോട് തോന്നുന്നത് കൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഷേഖ് മുഹമ്മദ് കാരക്കുന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. മുമ്പുള്ള പ്രസംഗമാണെങ്കിൽ പോലും അത് സാധൂകരിക്കുന്നതാണ്. ആ ആശയം അവർ പിന്മാറ്റിയിട്ടില്ല. അവർ കുത്തുബാത്ത് എന്ന അവരുടെ പുസ്തകം, ഇതൊക്കെ പറയുന്ന
മൗദൂദിയുടെ പുസ്തകം അവർ മാറ്റിയിട്ടില്ല. അതിപ്പോഴും ഉണ്ട്. IPH അവരുടെ പബ്ലിക്കേഷനാണ്. അതിപ്പോഴും കുത്തുബാത്ത് തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ഷേഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇതിൽ നിന്ന് മാറി എന്ന് പറയുന്നത്? ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ നിലപാട് വളരെ ഇവിടെ പറഞ്ഞല്ലോ. വെൽഫെയർ പാർട്ടി അവര് ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിച്ചു. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ CPM വെൽഫെയർ പാർട്ടിയും കേരളത്തിൽ എത്രയോ പഞ്ചായത്തുകൾ ഒന്നിച്ച് മത്സരിച്ചു. എത്രയോ CPM ചെങ്കൊടിയും വെൽഫെയർ പാർട്ടിയുടെ കൊടിയുമായി കൂട്ടിക്കെട്ടി പരസ്യമായി തെരഞ്ഞെടുപ്പ് ഒരിക്കലുമില്ല. അങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടില്ല. അത് പാലക്കാട് SDPI ഷാഫി പറമ്പലിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് ശേഷം പരസ്യമായ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് ഈ SDPI ആണ്. SDPI പോലുള്ള തീവ്ര വിഭാഗത്തെയും സാധാരണക്കാരായ മുസ്ലിങ്ങളും മുസ്ലിം മതപണ്ഡിതരും അംഗീകരിക്കുന്നില്ല. ഇതുപോലെയുള്ള പ്രചരണങ്ങളെല്ലാം നമ്മൾ പാലക്കാട്ടും കണ്ടതാണല്ലോ. ജയവും വോട്ടും ഒക്കെ മാറ്റിവെക്കൂ. പാലക്കാടല്ല, നിലമ്പൂർ, അത് വിടൂ. ഞാൻ പറയുന്നത് നിങ്ങളുടെ 4 വോട്ടിന് വേണ്ടിയുള്ള ഇത്തരം കക്ഷികളുമായുള്ള സഹകരണം മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഏൽപ്പിക്കുന്ന ആഘാതത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ്. 4 വോട്ട്, അത് ആരോ വിജയിക്കുകയോ ആരോ തോൽക്കുകയോ എന്തൊക്കെ ചെയ്തോട്ടെ, പക്ഷെ 4 വോട്ടിന് വേണ്ടിയുള്ള നിങ്ങളുടെ നിലപാട് അവിടുത്തെ ജനം തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ ജനം ഇത് കാണുന്നുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല ഹിന്ദു മഹാസഭയും PDPയും CPM-നെ പിന്തുണയ്ക്കുന്നതിന്റെ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യണം. അല്ലാതെ ഇവിടെ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ മാത്രം, നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ മാത്രം അവരൊക്കെ മതേതരവാദികളും കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ അതൊക്കെ വർഗീയവാദികളും ആ ചീട്ടൊക്കെ മാറ്റി വെച്ചാൽ മതി. ഇവിടെ ശരി, അത് രാഷ്ട്രീയമായ ഉത്തരം, അതിന്റെ രാഷ്ട്രീയമായ ഉത്തരം VP മുസ്തഫ പറയും.